ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. യേശു ബാറാസീറായുടെ പുസ്തകം 3-ാം അധ്യായം 26-27 വചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, സാഹസബുദ്ധി അപകടത്തിൽ ചാടും, ദുശ്ശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും, പാപി പാപം കുന്നുകൂട്ടും. പല വ്യക്തികളുടെയും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിൽ പെട്ട് ഉഴലുകയും അതിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാതെ ഒരുപക്ഷെ സാമ്പത്തികമായും മാനസികമായും ആത്മീയമായും തകർന്നു പോകാനിടയായി തീർന്നു. അതിനുള്ള പ്രധാന കാരണം അവരുടെ നിർബന്ധ ബുദ്ധിയാണ്. ചില കാര്യങ്ങളിൽ അവർ നിർബന്ധം പിടിച്ചാൽ പിന്നീട് ആ കാര്യത്തിൽ നിന്ന് പിന്മാറുന്നത് വലിയ ഒരു ബുദ്ധിമുട്ട്, ആത്മഹത്യാപരമായൊരു കാര്യമായി അവർക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഈ നിർബന്ധ ബുദ്ധിയുള്ള മനുഷ്യർ പലപ്പോഴും അവരുടെ ജീവിതത്തിലെ മുന്നേറ്റത്തിന് അത് വലിയൊരു തടസ്സമാകും. അതിന് ചില ന്യായീകരണങ്ങളൊക്കെ മനസ്സിൽ കണ്ട് അതിൽ പിടിച്ച് അവരങ്ങനെ വളരാൻ പറ്റാതെ തടസ്സപ്പെട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സാഹസ ബുദ്ധിക്കാരാണ്. അതുകൊണ്ട് അവർ സാഹസികമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അവരുടെ സ്വാഭാവിക ആലോചനയിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് അവർക്ക് സാഹസികമായി എടുത്തു ചാടും. അതൊരു ഉന്മാദാവസ്ഥ പോലെയാണ്. ചില യുവാക്കന്മാരെയൊക്കെ കാണാൻ സാധിക്കും ഇതുപോലെ സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള, അവരുടെ മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരം കിട്ടുവാനും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനും ഒക്കെയാണ് ഇത്തരം സാഹസ പ്രവർത്തനങ്ങൾ പലരും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതൊരു മാനസിക അവസ്ഥയാണ്. പക്ഷേ വലിയ അപകടങ്ങളിൽ ചെന്ന് പലപ്പോഴും പലരും പതിക്കുന്നത് ഇത്തരം ചില സാഹസിക അവസ്ഥയാണ്. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞ ദുശ്ശാഠ്യമുള്ള മനസ്സ്. ശാഠ്യം പിടിക്കുന്ന മനസ്സിൻ്റെ ഉടമകൾക്ക് പലപ്പോഴും വലിയ കഷ്ടതകൾ വന്ന് ഭവിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതോടൊപ്പം പാപിയുടെ പ്രത്യേകത, അയാൾ വീണ്ടും വീണ്ടും ആ പാപത്തിൽ വീണുകൊണ്ടിരിക്കും. അങ്ങനെ പാപി പാപം കുന്നുകൂട്ടാനായിട്ട് വീണ്ടും വീണ്ടും പാപത്തിൽ പെടുവാനിടയായി. അതുകൊണ്ട് ഈ 3-4 കാര്യങ്ങൾ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ പ്രഭാതത്തിൽ ഉപേക്ഷിക്കാൻ കർത്താവിനോട് നമുക്ക് കരുണയ്ക്കായി യാചിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.